വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു സംഭവമാണ് മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 28 മുതൽ 34 വരെയുള്ള വാക്യങ്ങൾ വിവരിക്കുന്നത്. ഗദാര്യരുടെ ദേശത്ത് വെച്ച് പിശാച് ബാധിതരിൽ നിന്ന് കർത്താവ് പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നു. ആ പിശാചുക്കൾ അവനോട് പറയുന്നുണ്ട്, ഞങ്ങൾ അവിടെ മേയുന്ന പന്നികളിലേക്ക് പോകട്ടെ. അങ്ങനെ ആ പന്നികൾ കടലിൽ ചെന്ന് മുങ്ങിച്ചാവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ പട്ടണവാസികൾ വന്നിട്ട് ക്രിസ്തുവിനോട് പറയുന്നുണ്ട്, ഞങ്ങളെ വിട്ടുപോകണമേ എന്ന്. എല്ലാവരും ആഗ്രഹിക്കുന്നത് ക്രിസ്തു തങ്ങളുടെ കൂടെ നിൽക്കണമെന്നാണ്. പക്ഷേ ഇവിടെ അവരാഗ്രഹിക്കുന്നത് ക്രിസ്തു തങ്ങളെ വിട്ടു പോകണമെന്നാണ്. ഇങ്ങനെ പലപ്പോഴും നമ്മളും ആഗ്രഹിക്കാറില്ലേ? കാരണം നമ്മുടെ സുഖത്തിന് വേണ്ടി, സന്തോഷത്തിന് വേണ്ടിയിട്ട്, സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ക്രിസ്തുവിനെ മാറ്റിവെക്കുന്ന ഒരവസ്ഥ. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ ഇപ്രകാരം പറയുന്നത്, ഭൂമിയിലുള്ള വസ്തുക്കളിലല്ല പ്രത്യുത ഉന്നതത്തിലുള്ളവയിൽ ശ്രദ്ധിക്കുവിൻ. അതുകൊണ്ട് നമ്മുടെ ജീവിതം എപ്പോഴും സ്വർഗത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് നമുക്ക് ജീവിക്കാം. ബൈബിളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും, ആരൊക്കെയാണോ ക്രിസ്തുവിനെ ഉപേക്ഷിച്ചുകൊണ്ട് ഭൗതിക വസ്തുക്കളുടെ പുറകെ പോയിട്ടുള്ളത്, അവരൊക്കെ ചെന്ന് പതിക്കുന്നത് നാശത്തിലേക്കാണ്. നമ്മുടെ ജീവിതത്തിലും നാശത്തിൽ ചെന്ന് പതിക്കാതെ വിശുദ്ധിയിലേക്ക് നമുക്ക് മുന്നേറാം. അതിന് ക്രിസ്തുവിനെ കൈവിടാതെ, ക്രിസ്തുവിനെ മുറുകെ പിടിച്ചുകൊണ്ട് സ്വർഗത്തെ ലക്ഷ്യമാക്കി നമുക്ക് യാത്ര ചെയ്യാം. അതിന് സർവശക്തനായ ദൈവം ക്രിസ്തു വഴി നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.